എന്തിനു വേണ്ടിയാണ് ഈ കോടിക്കണക്കിന് രൂപ കൊടുത്തത്? അതായത് ഒരു സേവനവും നൽകാതെ കരിമണൽ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ വാങ്ങി, അത് ബാങ്ക് മുഖാന്തരം വാങ്ങി, അത് തനിക്ക് നിയമപരമായി കിട്ടാനുള്ള പൈസയാണെന്നുള്ള രീതിയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചതാണ് ഇ ഡിയുടെ പിറവിൽ വരിക. പക്ഷെ എന്തിനു വേണ്ടി കൊടുത്തു എന്നുള്ള ചോദ്യം ഇപ്പോഴും വലിയ ചോദ്യം. ഈ മാസപ്പടി വിഷയം കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന ആ നാൾ മുതൽ ഞാൻ ആവർത്തിച്ച് ഉന്നയിക്കുന്ന ചോദ്യം അവിടെയാണ്. എന്തിനു വേണ്ടി പണം നൽകി? അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് അഴിമതിയുടെ കാര്യങ്ങൾ വരികയും വീണ വിജയന്റെ പിതാവായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ പ്രതിപട്ടികയിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. കാരണം നമുക്ക് ഏതൊരു സാധാരണക്കാരനും ആലോചിച്ചാൽ അറിയാം, ഒരു കാര്യവുമില്ലാതെ ആരും കോടിക്കണക്കിന് രൂപ കൊടുക്കത്തില്ല.